ആരുമില്ല, മരിക്കാൻ പറ്റിയ സാഹചര്യം. ഈശ്വര, ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുവാ, എന്നെ രക്ഷിക്കണേ. എന്നാലും ഒരു 2-3 പേരില്ലാതെ എങ്ങനെയാ ഞാൻ ചാവുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവാം, അതായിരിക്കും നല്ലത്. ആ വാ. എൻ്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോൾ ആരും തിരക്കുന്നില്ല. എടാ, ലൈവ് വരുമ്പോഴേ ഒരു 10 പേര് വാടാ. ആ, ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളെ അച്ചു ആറ്റിൽ. ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? എവിടെയാണെങ്കിലും തിരിച്ച് നാട്ടിലോട്ട് വരരുത് ഭാസ്കരൻ. എടാ പട്ടി, എടാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച 150 രൂപ ഇന്ന് തന്നെ എന്റെ തള്ളയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തോളാം കേട്ടോ, ഇല്ലെങ്കിൽ പ്രേതായിട്ട് വന്ന് നിന്നെ കടിക്കും ഞാൻ. ആ ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഈ ആറ്റിലച്ചു എവിടെ കിടക്കുന്നെന്ന്? റെയിൽവേ ട്രാക്കിൽ. കണ്ടന്റ് കൊള്ളാം, പക്ഷെ പെർഫോമൻസ് പോരാ. രാജേഷ് പാണാവള്ളി ചാവാൻ പോകുമ്പോ പോലും എന്നെ വെറുതെ വിടുത്തല്ലെന്ന് പറഞ്ഞാ ഞാനിതെന്നാ ചെയ്യുമെന്ന് പറയുന്നത്. ദൈവമേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ? എല്ലാവർക്കും ഗുഡ് ബൈ. ഉമ്മ ഗുഡ് ബൈ. ഓൾ ദി വെരി ബെസ്റ്റ്. ആറ്റിൽ അപ്പുക്കുട്ടൻ, എൻ്റെ അച്ഛൻ. എങ്ങനെ ശരിയാവൂന്ന് പറ. ഒരു മകനെ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത നോക്ക്. ബൈ. ഞാൻ ചാവാൻ പോവാണ്. എനിക്കൊന്നും അറിയണ്ട. ഈശ്വര, ജീവിതമേ പോക്കായി. എന്നെ ട്രാക്കിലെങ്കിലും മരിക്ക, സൗകര്യമായിട്ട് മരിക്ക. തലവണ, ആ തുണി ചത്ത് കളഞ്ഞാലും ചമന്ന് കിടക്കണമെന്നാണല്ലോ ചൊല്ല്. അതുകൊണ്ട് ഇരിക്കട്ടെ. വാ ദൈവമേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുവാ. രക്ഷിക്കണേ, വേദനിപ്പിക്കാതെ കൊല്ലണേ. ആ സൈറൻ മുഴുകി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിർത്ത്. അയ്യോ, പാട്ട് പോട്. ഞാൻ എന്റെ ദേഹത്തോടെ കയറിയില്ല. പറ്റിച്ച് എന്റെ ജീവിതത്തിൽ ഇന്നവരെ 2 പേരെ എന്നെ തേച്ചിട്ടുള്ളു. 1 എന്റെ കാമുകിയും, 2 ഇന്ത്യൻ റെയിൽവേയും. ഇത് ഞാൻ ക്ഷമിക്കത്തില്ല. സാരില്ല, അടുത്ത ട്രെയിൻ വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാലോ. എന്താ വിഷയം? എന്തായാലും ഇന്ന് ഞാൻ ചത്തിട്ടേ വീട്ടിൽ ചെല്ലത്തുള്ളൂ. ഒറ്റത്തുമ്പി നിക്രേ മുള്ളി ഞാൻ കണ്ടില്ല, നീ കണ്ടോടി? പ്ലാറ്റ്ഫോമിൽ സ്നഗിയാണ്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ട് സ്നഗി ഇടുന്നവന്മാരെ ക്യാമറ ഇട്ട് പിടിക്കണം. ചുമ്മാ അണ്ടേ, അതന്നെ അത് വലിയ സ്നഗിയോ? പിന്നെ ആരെങ്കിലും പൊതുങ്ങി കൊണ്ട് എന്തെങ്കിലും പാപ്പ ഇട്ടേച്ച് പോയേക്കണാണോ? ആ മനുഷ്യനാ. എന്തുവാ ഇത്? ഉറങ്ങാനും സമ്മതിക്കുവായിരുന്നു. എന്നാ കിടന്നു. ഒറ്റത്തുമ്പി നിക്കറ് എടാ മറ്റവനെ. എന്തുവാ സാറേ ഇവിടെ കടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല? കടന്നുറങ്ങാൻ ഇതെന്നാ ബെഡോ? ഇങ്ങോട്ട് എഴുതി മാറണം ഇങ്ങോട്ട്. ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരാന്നോ? എടാ, ഞാൻ പഞ്ചായത്തിൽ നിന്ന് കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ഗണേശൻ. എന്നാ പോയി മരുന്നടിച്ചിട്ടോ, ഞാൻ റെസ്റ്റ് എടുക്കാം. അതാണോടാ കൊതുമ്പ് ചെയ്യുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങി മറക്കട ഇങ്ങോട്ട്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. എന്തൊരു ശല്യമാന്ന് പറയുന്നത്. പിന്നെ എന്നാലും അവൻ പറഞ്ഞാ കേട്ട്. ഇവിടെ കിടക്കാമല്ലോ. ആണ്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ കിടക്കുന്നത്. ഇവിടെ ഒന്നും കിടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. ഇത് തനിക്ക് ശ്രീധരൻ കിട്ടിയ സ്ഥലമൊന്നും അല്ല. ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയിലാണ്. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അല്ല, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കണത്? പച്ചപ്പാതിരാക്കി ഇവിടെ ഒരുത്തം വന്ന് കിടക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? ചെടിക്ക് മരുന്നടിക്കാനല്ല, ചാവാനായിട്ടാണ്. ചാവാൻ വേണ്ടിട്ടായിരുന്നു. ചാവാനായിരുന്നു. വല്ല മരത്തെ കെട്ടി തൂങ്ങി ചാവോ, വല്ല വിഷം കുടിക്കോ, വല്ല ആറ്റി ചാടുവോ ചെയ്യടാ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്നത്? നിനക്ക് ജീവിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഞാനായിട്ട് എന്തിനാണ് നിന്നെ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് മേലിൽ കയറ്റി വെക്കണത്? അതുകൊണ്ട് ഇവിടെ കിടന്ന് ചാടാൻ പറ്റത്തില്ല. നീ ഇവിടെ കിടന്ന് ചത്ത അത് എന്റെ തലയ്ക്കരിക്കും. പോടാ. പോത്തില്ലെന്ന്. നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? അച്ചു ആറ്റിച്ചാടി. അല്ല, നീ എന്തിനാണ് ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നേക്കണത്? സാറേ, അത് വലിയൊരു കഥയാ. എന്നാ പറഞ്ഞു. എന്റെ കാമുകി എന്നെ തേച്ചിട്ട് പോയി. ഫ്രഷ് കണ്ടന്റ്. ഈ കണ്ടന്റിൽ ആരും ലോകത്ത് ആത്മഹത്യ ചെയ്തിട്ടില്ല. അല്ല, ഇത് മാത്രമാണ് നിനക്ക് ആത്മഹത്യയുള്ള കാരണം? അല്ല. പിന്നെ സാറേ, ഞാനൊരു വലിയ കലാകാരനാ. ആണോ? എന്നിലെ കലാകാരനെ എന്റെ നാട്ടിലോ വീട്ടിലോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് മോശമായി പോയി. എനിക്ക് കലാകാരന്മാരെ വലിയ ഇഷ്ടം. ഇയാൾ എന്ത് കലാകാരനാണ്? ഞാൻ വലിയൊരു എഴുത്തുകാരനാണ്. എഴുത്തുകാരനാ? എന്റെ പുതിയൊരു കവിത ഉണ്ട്, വലിച്ച്. അത് കേൾക്കുന്നവരാണോ വലിക്കുന്നത്? ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ആ കവിത ഒന്ന് പാടി കേൾപ്പിക്കാമോ? നിർബന്ധമാണ്. എന്നാ ഞാൻ പാടിയേക്കാം. അയ്യോ, ട്രെയിൻ പിന്നെ മാറി. ട്രെയിൻ വന്നല്ല, ഞാൻ ഈണം പിടിച്ചാണ്. എന്നാ ബാക്കി പഠിക്കാം. പെൻസിലിന്റെ മൂട്ടിലും റബ്ബർ, ഓടുന്ന കാറിന്റെ മൂട്ടിലും റബ്ബർ, ഇത് കേൾക്കുന്ന ചെലവന്റെ വയറും റബ്ബർ, ഇത് പാടുന്ന എന്റെ നട്ടല്ലും റബ്ബർ. എന്റെ ദൈവമേ, ട്രെയിൻ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. അതിനിപ്പോ പറയാൻ കാരണം നിന്നെ തള്ളിയിട്ട് കൊല്ലായിരുന്നു അവന്റെ റബ്ബർ. സാറ് തള്ളിയിട്ട് കൊല്ലാൻ നിൽക്കണ്ട, ഞാനായിട്ട് തന്നെ ചത്തോളാം.
സാറേ നമ്മുടെ പെയിന്റ് പാട്ട പോലെ ഇരിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ, പെയിന്റ് പാട്ട പോലെ ആ ഒരു ആപതില്ലാത്ത ട്രെയിൻ. ആ അത് തന്നെ. എന്റെ ദൈവമേ, അതിന്റെ മുമ്പിൽ പോയി നീ ചാടരുത്. അതൊക്കെ ഒരു പ്രാർത്ഥനയിൽ ഓടിപ്പോണതാ. നീ എങ്ങനെ ചെന്ന് അതിൽ കയറി കൊടുത്താ ആ എഞ്ചിൻ അടക്കം നിന്നു. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ചാടല്ലേ. അല്ല, ഈ മരിക്കാൻ കിടക്കണ നീ എന്തിനടി വടിയായിട്ടൊക്കെ വന്നേക്കണേ? അത് ചോദിക്കും സാറേ. സാറേ പണ്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൂടെ പഠിച്ചോണ്ടിരുന്ന ആദ്യത്തിന് എന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചു സാറേ. അവനെ തല്ലി കൂട്ടിയിട്ട് വരുന്ന വരവായത്. എടാ, 5ാം ക്ലാസ്സിൽ ചിമ്പാൻസി എന്ന് വിളിച്ചാൽ നീ ഇപ്പോഴാണ് അവനെ തല്ലണത്. ഈ ചിമ്പാൻസി എന്ന് പറഞ്ഞ സാധനത്തിന് ഇന്നലെ മൃഗശാല പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ചിമ്പാൻസിനെ കാണാൻ എങ്ങനെയുണ്ട്? കാണാൻ എന്നെ പോലെയല്ല, താടിയൊക്കെ ഒതുക്കമുണ്ട്, മൂക്ക് ഇത്രയില്ല, ചപ്പിളിച്ച് വെച്ചിരിക്കുക, പിന്നെ തലമുടിയൊക്കെ ഒതുക്കി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിന്നെയൊക്കെ കാണാൻ കൊള്ളാം. അതിലെ പോലെ വീട്ടിലും പോകാൻ പറ്റും. മീനേ മീനേ ആരാടാ രാത്രി? മീനേ സാറേ, മീൻ വേണം സാറേ. വേണ്ട. മീനേ മീനേ ഇന്നർ ബനിയനിട്ട പോണ്ടേ? ഇവിടെ വന്നടാ. എന്താ നിന്റെ കൊട്ടയില്? സാർ മീനാ സാർ. മീനാന്നോ? അന്നൊന്ന് കാണിച്ചു നോക്കട്ടെ. ഇല്ല സാർ, പിടയ്ക്കുന്ന മീന ചിലപ്പോ താഴെ വെച്ചാൽ ചാടി പോകും. ആണല്ലേ? അയ്യോ പാവം, ഏതോ പാവം മീൻകാരനാ. അച്ഛൻ പഠിച്ച ഒരു വലിയ ജോലിക്ക് കയറിയല്ലേ? അതിനെങ്ങനെ അല്ല, ഈ വർത്താനം കേട്ടപ്പോ തോന്നി സാറാണ് വേറെ ആരാണ്ടാ. ഇവിടെ വന്നടാ, ഇവിടെ വന്നടാ. യെസ് സാർ. ഇതെന്ന് നടന്നത് രക്സോനയുടെ സോപ്പോ? അല്ല, നിന്റെ ആ കൊട്ടയൊക്കെ എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല സാർ, പിടയ്ക്കുന്ന മീനാണ് ചിലപ്പോ ഒരു താഴെ. ഗുരുവില്ല, നീ അതങ്ങ് എടുത്ത്. അല്ല സാർ, ചാടി വെക്കാം. മോനെ പിടിച്ചടാ. അല്ല, ആഹാ, എല്ലാ മീനും പിടിക്കുന്നുണ്ടല്ലോ, പടക്കുന്നുണ്ടല്ലോ. റെയിൽവേയുടെ കല്ല്, റെയിൽവേയുടെ ഇരുമ്പ്, റെയിൽവേയുടെ കമ്പി. എടാ, ഗവൺമെന്റ് പോലും ഇന്ത്യൻ റെയിൽവേനെ കൊണ്ട് ഇത്രയും ലാഭം ഉണ്ടാക്കിയിട്ടില്ലല്ലോടാ. ഇതൊക്കെ നീ ഇന്ന് പിടപ്പിച്ച് കാണിച്ചടാ. ആരടാ നീ? നീ എന്തിനാ ഇതൊക്കെ മുട്ടിച്ചോട് നടക്കണത്? സാർ അങ്ങനെ പറയരുത്. എന്തിനാ മോട്ടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാർ അറിയോ, 2 മാസമായിട്ട് ഞാൻ പട്ടിണിയില്ല. ഓ, പട്ടിണി കിടക്കുന്ന വയറ് നോക്കിയ പഴയ കഞ്ഞിക്കലം പോലെ. നീ വന്നടാ. എടാ, നീ ഈ സാധനങ്ങളൊക്കെ കട്ടും മുട്ടിഞ്ഞ് വിൽക്കണോണ്ട് നിനക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകണത്? എന്നാ ഗുണമെന്നോ? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് വേണ്ടാത്ത ഈ യാത്രയെല്ലാം കൂടെ പെരുക്കി ഞാൻ ഡെയിലി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന തുക 2000. ഈ 2000 ഇൻറ്റു 30 കൂട്ടുമ്പോ എത്ര വരും? 60,000. ഈ 60,000 രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഡെയിലി 3 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പറയൂ സുഹൃത്തെ, അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ടുള്ള ജോലി. അടിപൊളി, സൂപ്പർ ജോലി. എനിക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ്റെ നൂലിന്റെ കൊന്ത, അവന്റെ പൊന്നും കുരിശ്. പണിയെടുക്കില്ല. UPSC ഒക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ കക്കാൻ പോയാൽ മതി. ബൈ ദ ബൈ, നാളെ ഞാനും പണിക്ക് വരട്ടെ. അടിച്ച് കിറി പൊട്ടിക്കും. പോടാ, നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. ആ കയറെടുക്കടാ, ആ കയറെടുക്കടാ, കെട്ടടാ, കള്ള പിടിച്ചെടുത്ത. പൊതു മുതൽ നശിപ്പിക്കണം ഒരുത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ കൈ കൂടി ചേർത്ത് കെട്ടിക്കോ, അല്ലെങ്കിൽ ഇവൻ ഓടും. നിന്നെ ഞാൻ ഇങ്ങനെ ശിക്ഷിക്കണം സാറേ. കൂട്ടി കെട്ടി കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാകും. ഒരു ഗുരുവില്ല. ഞാൻ എന്തെങ്കിലും വന്നാൽ നിന്നെ എടുത്താൽ ആശുപത്രി പോകാം. അങ്ങനെയെങ്കിൽ സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സാർ എന്നെ കെട്ടാൻ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എന്നെ കെട്ടാൻ വേണ്ടി ഇവനെന്തിനാ നടക്കുന്നത്? എടാ, അവനിവിടെ സൂയിസൈഡ് ചെയ്യാൻ വന്നവനോ? സാറേ, എങ്കിലും ഒരു പൗരന്റെ ധർമ്മം എന്ന നിലയ്ക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പാടില്ല. എന്നാൽ ഞാനൊന്ന് പറഞ്ഞു പോവാ. പറഞ്ഞു. ചെറുതായിട്ട് ഞാൻ ഗുണദോഷിച്ചാലും. നല്ല ഐഡിയ. ഗുണദോഷിച്ചോ? ഗുണദോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് ഗുണം എന്തെങ്കിലും കെട്ടഴിച്ചു വിടാൻ നോക്കാം. പ്രോമിസ്? പ്രാമിസ്. ഓക്കെ. സുഹൃത്തെ, ഓ, ദൈവം നിങ്ങൾക്ക് നല്ല രീതിയിൽ 2 കാലുകൾ തന്നിട്ടില്ലേ? 2 കൈകൾ തന്നിട്ടില്ലേ? 2 കണ്ണുകൾ തന്നിട്ടില്ലേ? എന്തെങ്കിലും കുറവ് നിങ്ങൾക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്? എടാ, ഈ പറയുന്ന സാധനമൊക്കെ ദൈവം നിനക്ക് തന്നിട്ടില്ലേ? പിന്നെ നീ എന്തിനാണ് കട്ടും മോട്ടിട്ട് ജീവിക്കുന്ന? പോയി പണിയെടുത്തിട്ടാ പട്ടി. പിഴച്ച ചെറുക്കനെ ചാകാൻ വന്നവനാണ് പോയി ചാവട്ടെ. നീയല്ലേ ചെന്ന് കയറി കൊടുത്തു? എടാ, അവൻ അവിടെ കിടന്ന് ചത്ത എന്റെ ജീവിതം പോകും. നീ ഒക്കട അവിടുന്ന് കെട്ടടിച്ചു വിടുവോ? കെട്ടഴിച്ചു വിടാം. അങ്ങനെയെങ്കിൽ ഒരു തവണയും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സുഹൃത്തെ, നിങ്ങളുടെ വീട്ടിൽ ചെന്നില്ല, നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ തിരക്കില്ലേ? ഇല്ല, ഞാൻ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പോകുന്നത്. നിനക്ക് ഇതിന് ദിവസക്കൂലിയാണോ അതോ മാസശമ്പളം? എന്തിന്? എന്നെ ഇങ്ങനെ കളിയാക്കുന്നതിന്. കുനാഫേ, അതല്ല ഞാൻ ചോദിച്ചത്. എടാ, നിനക്കും ഇല്ലേ ജന്മം തന്നൊരു അച്ഛനും അമ്മയും? ഉണ്ട്. അവരോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട കടമ നിനക്കുണ്ടോ? ഉണ്ടടാ. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണപ്രായ പെങ്ങന്മാര് വല്ലതും ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഓർമ്മത്തെ എനിക്ക് കെട്ടിച്ചു. അതിലും വേറെ അവരെ ആറ്റിലോട്ട് തരത്തില്ല. വേണ്ട, അവരെ കെട്ടിച്ചു വിടാണല്ലോ. വേണം. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? എനിക്ക്. ആ ഉത്തരവാദിത്തമുള്ള നീ ചെയ്യേണ്ട പരിപാടിയാണോ നീ ഇവിടെ കാണിക്കുന്നത്? അല്ല. അപ്പൊ നീ എന്ത് ചെയ്യണം? ജീവിച്ച് കാണിക്കണം. അതെ, നീ ഒരു പോരാളിയാണ്. അപ്പൊ നീ ജീവിച്ച് കാണിക്കണം. ഞാൻ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും ഞാൻ എന്റെ വീട്ടിൽ അമ്മേനെ വിളിച്ചു പറയട്ടെ. കഷ്ടം. ഹലോ അമ്മേ, ഞാൻ ഇനി മരിക്കാൻ ശ്രമിക്കത്തില്ല. ഉറപ്പായിട്ടും എന്റെ കണ്ണ് ഉറപ്പിച്ചത് ഒരു പാവപ്പെട്ട കള്ളനും പിന്നെ ഹാഫ് അൽഫാം പോലെ ഇരിക്കുന്ന ഒരു സാറുമാണ്. സോറി, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരുവാ.
അവനെ രക്ഷിച്ചതുകൊണ്ടാണോ നീ കരയണത്? അതല്ല, എന്റെ മരണം ഞാൻ കാണുന്നുണ്ട്. എന്റെ മരണം എങ്ങനെ കാണുന്നുണ്ട്? എന്റെ മുമ്പിൽ കാലം വന്ന് നിൽക്കുന്നു. അത് ഞാനല്ലേ? താഴോട്ട് നോക്ക്, പാളകത്ത് കാല് കൊടുക്കി. ഇതാണ് നിന്നോടൊക്കെ പറയുന്നത്, ട്രാക്കിലൂടെ നടക്കുമ്പോ സൂക്ഷിച്ചടക്കും. ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ വരില്ലേ, പിന്നെ നമ്മളിനി എന്ത് ചെയ്യും? അതാ ചോദിക്കുന്നത്, ഞാനിപ്പോ എന്നെ ചെയ്യുമെന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ നീ വിളിക്കണം. പെട്ടെന്ന് നീലട്ടാർപ്പേ കുറച്ച് ചുമന്ന കസേര അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. പറ്റുവാണെങ്കിൽ നല്ലൊരു കർമ്മിയും. അങ്ങനെയെങ്കിലേ സാറും സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. കയ്യിലോട്ട് നോക്കി. നിങ്ങൾ തമ്മിൽ വല്ല കരച്ചിൽ മത്സരം ഉണ്ടോ? എടാ നിന്ന് നോക്കി നിൽക്കാതെ അടർത്തി മാറ്റണോ? അടർത്തി മാറ്റാൻ ഇത് ക്രീം മണ്ണൊന്നും അല്ല. ഈ സമയത്ത് കോമഡി അടിക്കുന്നു, അതല്ലേ ഞാൻ പറഞ്ഞത്. നീ അവിടെ നിന്റെ കയ്യിൽ തുണി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതെ, പച്ച തുണി എന്തെങ്കിലും ചുമ്മാ കരയിലടാ. അതെ, പച്ച എടുത്ത് വീശിട്. എടാ സ്പീഡിൽ വന്ന് കയറണം. അതെടുത്ത് വീശടാ. എടാ അവിടെ ഒരു ലിവർ ഉണ്ട്, അത് പോയി വലിക്ക്. ലിവറാ അവിടെ ഉണ്ടോ? ഞാൻ പോരാ. വലിച്ച ഊരി വരുമോ? നീ എന്താണ് ഇങ്ങനെ കരയാതൊക്കെ നിൽക്കണത്? എനിക്ക് കരച്ചില് വരുന്നില്ല. അതെന്താ? ഏകദേശം മനസ്സിലായി നമ്മുടെ ഉറപ്പായെന്ന്. ആണല്ലേ? ഈ ലിവറാണോ? അന്നാ ഞാൻ വലിച്ച്. ചത്തില്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ട്രാക്കിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണം. പോവാം. അല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ കടിച്ച ക്ലൈമാക്സിന് പഞ്ചാവോ? എടാ, രണ്ട് മനുഷ്യന്മാര് രക്ഷപ്പെട്ടതിൽ കൂടുതൽ എന്ത് പഞ്ചാടാ ഈ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പഞ്ച്. നമ്മൾ രക്ഷപ്പെട്ടു.